രമേശ് ചെന്നിത്തല കഴിവില്ലാത്തവനായിട്ട് ചിത്രീകരിച്ചോ, വി.ഡി. സതീശനെ ഏറ്റവും മികച്ച പണിയെടുത്തവനായി ഒക്കെ പ്രചരിപ്പിച്ചോ ഒക്കെ അവരാണ്, ഞങ്ങളല്ല. അവരുടെ നേതാക്കന്മാരാണ് റോട്ടിലിറങ്ങി ഫ്ലക്സ് ബോർഡ് വലിച്ചു കീറിയിട്ട് കാർക്കിച്ച് തുപ്പിയത്. ഈ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളുടെ പേര് ഫ്ലക്സ് കാർക്കിച്ച് തുപ്പുന്നതും കീറുന്നതും നിങ്ങളാണ് കണ്ടത്, നിങ്ങളാണ് കാണിച്ചത് ഈ കേരളത്തെ. നിങ്ങൾ മീൻസ് മാധ്യമങ്ങൾ കാണിച്ചു. ഞങ്ങളപ്പോൾ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. സാധാരണ UDF ഇതേ പ്രശ്നം ഞങ്ങളുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത് എങ്കിൽ എന്തായിരുന്നു ഇവരുടെയൊക്കെ ഒരു നിലപാട്? ഈ പറയുന്ന മാധ്യമങ്ങളുടേതും അതുപോലെ തന്നെ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ AIO ഒക്കെയുള്ള ഈ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു നിലപാട് എന്തായിരിക്കും? ഓരോരുത്തരും വന്ന് പത്രസമ്മേളനം നടത്തി ആവോളം പറഞ്ഞിട്ട് പോയില്ലേ? ഞങ്ങൾ ഈ ജനാധിപത്യത്തിലെ ജനവിധി UDFന് അനുകൂലമാണ്, കോൺഗ്രസിന് അനുകൂലമാണ്, അവർ അവരുടെ ജനാധിപത്യ പ്രക്രിയയിൽ അത് പൂർത്തീകരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാത്തിരുന്നതാ. അവരുടെ ജനാധിപത്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ അവരെന്തോ എൻ്റെ കോൺഗ്രസ് സുഹൃത്ത് ഇവിടെ പറയുന്നത് കേട്ടു, ഇന്നോവ അയക്കില്ല എന്നൊക്കെ. അവർ ഒമ്നി വാനിൽ വന്നിരുന്നു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് മുണ്ട് പറിച്ചത് ഓർമ്മയില്ലേ? മുണ്ട് പറിച്ചടിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. തൃശ്ശൂരിൽ മധുവിനെയും ലാൽജിയെയും തമ്മിൽ തല്ലി കൊന്നത് കോൺഗ്രസ്സാണ്. മധു, ലാൽജി ഒക്കെ കൊല്ലപ്പെട്ടത് തൃശ്ശൂരിലാണ്. ഗ്രൂപ്പിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ മുരളീധരനെക്കുറിച്ച് ഉണ്ണിത്താൻ പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നലെ കേട്ടതുപോലെ ഇല്ലേ? എത്ര വൃത്തികെട്ട ഭാഷയിലാണ് പറഞ്ഞിരുന്നത്, നമ്മൾ മറന്നുപോയോ? ഇതേ കെ മുരളീധരൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? വി.ഡി. സതീശൻ ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വന്ന് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ എടുത്ത് അലക്കാം. ഞങ്ങൾ അതിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ക്ഷമയോടെ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് ഇവർ തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ കാത്തിരുന്നതാണ്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ അഭിപ്രായം പറയാൻ പോയിട്ടില്ല. അവർ വരട്ടെ. എന്നാൽ ഈ കേരള സമൂഹം ഈ കോൺഗ്രസിനെ വളരെ കൃത്യമായി, ഈ അധികാരം കിട്ടിയ കോൺഗ്രസിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടോ അല്ലെ പറയാതിരുന്നത് കൊണ്ടോ ജനം മനസ്സിലാക്കാതിരിക്കില്ല. അവരുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് തന്നെ വളരെ പ്രയാസത്തോടു കൂടി പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ, നിങ്ങളുടെ തന്നെ ചർച്ചയിലാണെന്ന് തോന്നുന്നു, എന്താ കടുവക്ക് പനി പിടിച്ചു എന്നോ, ഭയങ്കരമായിരുന്നു, ഓർമ്മയില്ലേ? കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, മറ്റു വീടുകളിൽ പോകാൻ പറ്റുന്നില്ല, എന്തൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാണ്.